പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ചാ വിഷയമായി എടുക്കുന്നത് പഞ്ചതന്ത്രത്തിലെ 21ാമത്തെ കഥയാണ്. ഈ കഥയുടെ ടൈറ്റില് ഞണ്ടും കൊറ്റിയും. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ഒരു ഞണ്ടും ഒരു കൊറ്റിയുമാണ്. കൊറ്റി എന്ന് പറഞ്ഞാൽ കൊക്ക്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. ഒരു ആൽമരത്തിൽ ഒരു കൊറ്റി താമസിച്ചിരുന്നു. കൊറ്റിക്ക് കുഞ്ഞുങ്ങളുണ്ടായി. ഈ കുഞ്ഞുങ്ങൾ ചിറക് മുളയ്ക്കുന്നതിന് മുമ്പ് തന്നെ തൊട്ടടുത്തുള്ള ഒരു മരപ്പൊത്തിൽ നിന്ന് ഒരു കൃഷ്ണസർപ്പം ഇറങ്ങി വന്ന് ഈ കൊറ്റി കുഞ്ഞുങ്ങളെയെല്ലാം തിന്നും. ഇതൊരു നിത്യപതിവായി തീർന്നു. പെൺകൊറ്റി കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അതിനെതിരെ പറന്നു നടന്നു. അങ്ങനെ ഇത് കരഞ്ഞുകൊണ്ട് ഒരു കുളക്കരയിൽ ചെന്നിരുന്നു. അപ്പോൾ ഒരു ഞണ്ട് കൊറ്റിയോട് ചോദിച്ചു, എന്താണ് ചേച്ചി, എന്ത് പറ്റി ചേച്ചി, എന്തിനാണ് കരയുന്നത്? അപ്പോൾ കൊറ്റി പറഞ്ഞു, പ്രിയ സുഹൃത്തെ, എൻ്റെ കുഞ്ഞുങ്ങളെയെല്ലാം ഒരു കൃഷ്ണസർപ്പം, ഞാൻ താമസിക്കുന്ന എൻ്റെ കൂടിൻ്റെ അടുത്ത് ഉള്ള വേറൊരു മരത്തിന്റെ പൊത്തിൽ താമസിക്കുന്ന ഒരു കൃഷ്ണസർപ്പം വന്ന് ചിറക് മുളയ്ക്കുമ്പോഴത്തേക്കും ഈ കുഞ്ഞുങ്ങളെ തിന്നുകയാണ്. ഇതിനെ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞണ്ട് പറഞ്ഞു, ഞണ്ടൊരു ഉപായം പറഞ്ഞു കൊടുത്തു. ചേച്ചി വിഷമിക്കണ്ട, ഞാൻ അതിന് തക്കതായ ഒരു ഉപായം പറഞ്ഞു തരാം. അപ്പോൾ എന്നിട്ട് ഞണ്ട് ആലോചിച്ചു, കൊറ്റികള് നമ്മുടെ വംശത്തെ തിന്നു തീർക്കുന്ന കൂട്ടരാണ്, ഇവരെ നശിപ്പിക്കാനുള്ള ഒരു അവസരമാണിത് എന്നവൻ ഉള്ളിൽ കരുതിക്കൊണ്ട് ഞണ്ട് പറഞ്ഞു, കീരിയുടെ മാളം മുതൽ പാമ്പ് വസിക്കുന്ന മാളം വരെ മത്സ്യകഷ്ണങ്ങളും മാംസകഷ്ണങ്ങളും കൊണ്ടുപോയിടുക. അപ്പോൾ ഈ മത്സ്യകഷ്ണങ്ങളും മാംസകഷ്ണങ്ങളും തിന്ന് കീരി പാമ്പിന്റെ മാളത്തിലെത്തും. ആ പാമ്പിന്റെ മാളത്തിലെത്തിയാൽ അതിനെ കൊന്നുകളഞ്ഞോളും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും രക്ഷപ്പെടുത്താം. അപ്പൊ ഞണ്ടിനൊരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു. ഞണ്ടിനെ ജലജീവികളെ തിന്നു തീർക്കുന്ന ഈ കൊറ്റിയെ സമൂലം നശിപ്പിക്കാനുള്ളൊരു മെത്തേഡ് അവൻ മനസ്സിൽ കണ്ടിരുന്നു. അത് പ്രകാരമാണ് ഇപ്രകാരം ഉപദേശിച്ചത്. പക്ഷേ പാവം കൊറ്റിയാകട്ടെ ഉപായം പ്രയോഗിച്ചപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന അപായം തീരെ പരിഗണിച്ചില്ല. അത് ഞണ്ടിന്റെ ഉപദേശപ്രകാരം ഈ മാംസകഷ്ണങ്ങളും മത്സ്യകഷ്ണങ്ങളും കീരിയുടെ മാളം മുതൽ പാമ്പിന്റെ മാളം വരെ വിതറിയിട്ടു. കീരി ഇതിനെ തിന്ന് പാമ്പിന്റെ മാളത്തിലെത്തി പാമ്പിനെയും കൊന്നുകളഞ്ഞു. പാമ്പിനെ കൊന്നുകളഞ്ഞു കഴിഞ്ഞപ്പോൾ കീരിക്ക് കൊറ്റിയുടെ വാസസ്ഥലം കണ്ടെത്തി. കീരി ഈ കൊറ്റിയെയും തിന്നു തീർത്തു. അപ്പോൾ ദമനകൻ പറഞ്ഞു, അതാണ് ഞാൻ പറയുന്നത്, ഉപായം പ്രയോഗിക്കുമ്പോൾ അതിൽ നിന്നുള്ള അപായം കൂടി കണക്കിൽ എടുക്കണമായിരുന്നു. പക്ഷേ ഇവിടെ ഉപായം മാത്രമേ പ്രയോഗിച്ചുള്ളൂ, അതിൽ നിന്നുള്ള അപായം പരിഗണിച്ചില്ല. നീ സിംഹത്തെയും കാളിയെയും തമ്മിൽ പോരടിപ്പിച്ചു, ഒരാളെ ഇല്ലെന്നാക്കി, മറ്റൊരാളെ മൃതപ്രായനാക്കി. അപകടത്തെപ്പറ്റി നീ അശേഷം പരിഗണിച്ചില്ല. നിന്നോടുള്ള ചങ്ങാത്തം എനിക്കും മതിയായി. കരടകൻ പറഞ്ഞു, ഞാനും പോവുകയാണ്. അപ്പോൾ ദമനകൻ പറഞ്ഞു, അങ്ങനെ നീ പോകരുത്, നമ്മുടെ സൗഹൃദവും നമ്മുടെ സാഹോദര്യവും നീ മറക്കരുത്. 1000 തുലാം ഇരുമ്പ് ഒരു എലി തിന്ന നാട്ടിൽ ഒരു പരുന്ത് ഒരു മനുഷ്യബാലനെ റാഞ്ചിക്കൊണ്ട് പോകുന്നത് അത്ഭുതമല്ല, അത് സംഭവ്യമാണ്. ആ കഥ കേട്ടിട്ടില്ലേ? കരടകന്റെ ആവശ്യപ്രകാരം ദമനകൻ ഒരു കഥ പറഞ്ഞു. അതാണ് 22ാമത്തെ കഥ. അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ ഓഫ് യു.